ഇന്ന് പേർഷ്യയിൽ നിന്നുള്ള ഒരു നാടോടി കഥ കേൾക്കാം. പണ്ട് പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇയാൾ പ്രാർത്ഥിക്കാറേയില്ല. മറ്റുള്ളവരെല്ലാവരും 5 നേരം നിസ്കരിക്കുമ്പോൾ ഇയാൾ വെറുതെ ഇരിക്കും. പ്രാർത്ഥിക്കുന്നതിലൊന്നും വലിയ കാര്യമില്ല എന്ന് ഇയാൾ വിചാരിച്ചു. ഇയാൾ വലിയ ധനികനായിരുന്നു. ഒരുപാട് പണമുണ്ട്. ആ പണം അയാളുടെ ഇഷ്ടത്തിന് ചെലവഴിച്ചു. നന്മയുള്ള കാര്യങ്ങളൊന്നും അയാൾ ചെയ്തില്ല. എൻ്റെ പണം എൻ്റെ കാര്യം എന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരാൾ. അങ്ങനെ ഇയാൾ പ്രായമായി, രോഗിയായി, രോഗങ്ങൾ കൊണ്ട് വല്ലാതെ വലഞ്ഞു. ഈ സമയത്ത് അയാൾ വെറുതെ കിടന്നപ്പോൾ ചിന്തിച്ചു, ഈശ്വര, മറ്റുള്ളവരെല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഞാനിതുവരെ പ്രാർത്ഥിച്ചില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുമ്പോൾ താൻ ചെയ്ത് തെറ്റായി എന്ന് അയാൾക്ക് തോന്നി. പ്രാർത്ഥിക്കേണ്ടതായിരുന്നു, പക്ഷെ ചെയ്തില്ലല്ലോ. ഇപ്പോൾ പ്രായമായി, മരണം അടുക്കാറായി, ഇനി എന്ത് ചെയ്യും? അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുണ്യപ്രവൃത്തികൾ ചെയ്യാം എന്നയാൾ കരുതി. അങ്ങനെ അയാൾ ഗ്രാമത്തിന് നടുക്കായിട്ട് ഒരു കിണർ കുഴിച്ചു. വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു കിണർ. അയാൾ വെള്ളം കോരാൻ ഒരാളെയും നിയമിച്ചു. വഴിപോക്കർക്ക് ഇയാൾ വെള്ളം കോരി കൊടുക്കും. വെള്ളം എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് വെള്ളം കോരി പാത്രങ്ങളിൽ നിറച്ചു കൊടുക്കും. അങ്ങനെ ഒരു പുണ്യപ്രവൃത്തി അയാൾ ചെയ്തു. പിന്നെ മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും ഇയാൾ വെള്ളം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർ ഇയാളെപ്പറ്റി നല്ലതൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അയാൾ വിചാരിച്ചു, കൊള്ളാം, ഞാൻ ചെയ്തൊരു പ്രവൃത്തി കൊണ്ട് ആൾക്കാർക്ക് ഗുണമുണ്ടായല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ കാര്യം കൂടുതൽ ചെയ്യാം. അങ്ങനെ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി ഇയാൾ കിണർ കുടിക്കുകയും അവിടെയുള്ള ആൾക്കാർക്കൊക്കെ വെള്ളം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. അതിനുശേഷം അയാൾ എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. എന്തെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ അവസരം കിട്ടുവാണെങ്കിൽ അയാൾ ചെയ്യും. അങ്ങനെ ഇരിക്കെ അയാൾ ഒരു കള്ളനെ കണ്ടുമുട്ടി. ഈ കള്ളൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇയാൾ വീടുകളിൽ കയറിയല്ല മോഷ്ടിക്കുന്നത്, ഇയാൾ ശ്മശാനങ്ങളിലാണ് മോഷ്ടിക്കുക. സാധാരണ അന്നൊക്കെ മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ അതിലെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിരിക്കും, മാത്രമല്ല നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചിരിക്കും. അപ്പോൾ ഈ കള്ളൻ്റെ പണി, അയാൾ ചെന്ന് ഈ അടക്കം ചെയ്ത മൃതദേഹങ്ങളിൽ നിന്നുള്ള ആഭരണങ്ങളൊക്കെ ഊരിയെടുക്കുകയും ആ വസ്ത്രങ്ങളൊക്കെ ഊരിയെടുക്കുകയും ചെയ്യും. എന്നിട്ട് ആ വസ്ത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അയാൾ മറ്റെവിടെങ്കിലും കൊണ്ടുപോയി വിൽക്കും. ഈ ആഭരണങ്ങളും വിൽക്കും. അങ്ങനെ ജീവിക്കുന്ന ഒരാൾ. മാത്രമല്ല അന്നൊക്കെ ചിലപ്പോൾ നാണയങ്ങളൊക്കെ കാണും ഈ മൃതദേഹത്തിൻ്റെ കൂടെ, അതുമൊക്കെ ഇയാളെടുക്കും. അങ്ങനെ ജീവിക്കുന്ന ഈ കള്ളനെ കണ്ടുമുട്ടിയ ഈ മനുഷ്യൻ, ഈ ധനികനായ പ്രാർത്ഥിക്കാത്ത ആൾ, കള്ളനോട് പറഞ്ഞു, നാളെ മുതൽ നിങ്ങൾ ഈ പണി ചെയ്യരുത്. അപ്പോൾ കള്ളൻ പറഞ്ഞു, ഞാൻ പിന്നെ എങ്ങനെ ജീവിക്കും? ഞാൻ ഈ പണം കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇയാൾ ചോദിച്ചു, നിനക്ക് ഒരു ദിവസം എത്ര നാണയങ്ങൾ സാധാരണ കിട്ടാറുണ്ട്? അല്ലെങ്കിൽ ഒരു മൃതദേഹം കൊള്ളയടിക്കുമ്പോൾ നിനക്ക് എന്താ കിട്ടുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കൊരു 3-4 പിയാസ്തർ കിട്ടും. അപ്പോൾ ഈ ധനികൻ പറഞ്ഞു, ഇന്ന് മുതൽ നമ്മുടെ നാട്ടിലെ ശ്മശാനത്തിൽ ആരെയൊക്കെ അടക്കിയോ ആ കണക്കനുസരിച്ച് ഒരു മൃതദേഹത്തിന് 20 പിയാസ്തർ വെച്ച് ഞാൻ നിനക്ക് തരാം. പക്ഷേ നീ ഇനി ഈ പണി ചെയ്യരുത്. അപ്പോൾ കള്ളൻ പറഞ്ഞു, ശരി, വളരെ ലാഭകരമാണ്. കാരണം ഒരു മൃതദേഹത്തിൽ നിന്നൊക്കെ കൂടി വന്നാൽ 3-4 പിയാസ്തറേ കിട്ടും. ഇയാൾ 20 എണ്ണം തരും. 2-3 പേര് മരിച്ചാൽ അതിനനുസരിച്ച് കൂടും. അപ്പോൾ കള്ളൻ സമ്മതിച്ചു. അങ്ങനെ പിറ്റേന്ന് മുതൽ ആരൊക്കെ മരിച്ചോ ആ കണക്ക് ഈ കള്ളൻ ഈ ധനികനായ മനുഷ്യൻ്റെ അടുത്ത് വന്ന് പറയുകയും അയാൾ അതിനനുസരിച്ചുള്ള പണം ഈ കള്ളന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കരാറ് പ്രകാരം കുറേ കാലം കൂടി കാര്യങ്ങളൊക്കെ നടന്നു. അങ്ങനെ ഈ ധനികൻ മരിച്ചു. ഇയാൾ മരിച്ചു. അയാളെ വളരെ ആർഭാടമായിട്ട് അടക്കം ചെയ്ത് കഴിഞ്ഞപ്പോൾ കള്ളന് വലിയ വിഷമമായിപ്പോയി. ഇന്ന് മുതൽ ആരും പണം കൊടുക്കാനില്ല. ഇതിന് മുമ്പ് ആരൊക്കെ മരിച്ചാലും അയാൾക്ക് സന്തോഷമായിരുന്നു, അതിനനുസരിച്ച് അയാൾക്ക് പണം കിട്ടും. പക്ഷേ ഈ മനുഷ്യൻ മരിച്ചതോടെ കള്ളന് വിഷമമായിപ്പോയി. അയാൾക്ക് ആര് പണം കൊടുക്കും? അപ്പോൾ അയാളുടെ ഭാര്യയോട് പറഞ്ഞു, ഇന്ന് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാനിന്ന് ഈ ധനികൻ്റെ മൃതദേഹത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാണ്. അയാൾ വളരെ ആർഭാടമായിട്ടാണ് അടക്കിയിരിക്കുന്നത്. നല്ല ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും ഒക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ പഴയ പണി തുടരാതെ പറ്റത്തില്ലല്ലോ, എനിക്ക് ആരും ഇനി പണം തരാനില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, അത് ശരിയല്ല, ഇത്ര കാലം നമ്മളെ സംരക്ഷിച്ച ഒരു മനുഷ്യനാണ് അയാൾ, ഇത്ര കാലം നമുക്ക് പണമൊക്കെ തന്നതാണ്, അതുകൊണ്ട് ഈ പണി നമുക്ക് ചെയ്യണ്ട, നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കാം. അപ്പം കള്ളൻ പറഞ്ഞു, അത് പറ്റില്ല, എനിക്ക് അറിയാവുന്ന പണി ഇതാണ്, ഇതുകൊണ്ട് എന്നെ ആരും പിടിച്ചുകൊണ്ട് പോകാനൊന്നും പോകുന്നില്ല. സാധാരണ മോഷണമാണെങ്കിൽ പരാതിയും അതിന് പിന്നാലെയുള്ള അന്വേഷണങ്ങളും ഒക്കെ ഉണ്ടാകും. ഇതങ്ങനൊന്നുമില്ല, ആരും അറിയാൻ പോലും പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ പണി തന്നെ ചെയ്താണ് ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ ഭാര്യ ആവുന്നത് പറഞ്ഞ് ഈ പണി ചെയ്യണ്ട ഇനി. പക്ഷേ കള്ളൻ സമ്മതിച്ചില്ല. അങ്ങനെ കള്ളൻ അന്ന് രാത്രിയിൽ ഈ മനുഷ്യനെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് പോയി, ശ്മശാനത്തിലേക്ക് പോയി. ചെന്നിട്ട് ഈ മനുഷ്യനെ അടക്കം ചെയ്ത സ്ഥലത്ത് നിന്ന് അവിടെ ഒരു അറയുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ സാധാരണ അതിനൊരു വാതിലുണ്ടാകാറുള്ളതാണ്. ഈ വാതിൽ വഴിയാണ് ഇയാൾ അകത്ത് കയറി മൃതദേഹങ്ങളെടുത്ത് അതിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ അപഹരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അറയുടെ വാതിൽ കാണുന്നില്ല. അയാൾ 4 വശവും തപ്പി നോക്കി. നല്ല ഇരുട്ടായിരുന്നു, എന്നാലും നോക്കിയിട്ടെങ്ങും വാതിൽ കാണുന്നില്ല. നല്ല നിലാവൊക്കെ ഉണ്ട്, അതുകൊണ്ട് കാണാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ വാതിൽ കാണുന്നില്ല. 4 വശവും വാതിലില്ല. ഇതെങ്ങനെ പറ്റിയെന്ന് ഈ കള്ളന് മനസ്സിലായില്ല. അപ്പോൾ അയാൾ നോക്കുമ്പോൾ അതിൽ ചെറിയൊരു ദ്വാരമുണ്ട്, ഒരു താക്കോൽ ദ്വാരം. അയാൾ തൻ്റെ കണ്ണ് ആ ദ്വാരത്തിലേക്ക് വെച്ച് അകത്തേക്ക് നോക്കുമ്പോൾ അതിലൂടെ ഭയങ്കരമായിട്ട് പ്രകാശം വരുന്നുണ്ട്. അകത്ത് മനോഹരമായൊരു കസേര ഉണ്ടായിരുന്നു. കസേരയ്ക്ക് കുറച്ച് മാറിയിട്ട് ഒരു മനോഹരമായ ജലധാരയുണ്ട്.
ആ ജലധാരയ്ക്ക് അടുത്ത് തന്നെ തീ നിറഞ്ഞൊരു വലിയ കുഴിയുമുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ധനികനായ മനുഷ്യൻ ഈ കസേരയിലിരിപ്പുണ്ട്. നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരുപാട് ആഭരണങ്ങളൊക്കെ ധരിച്ച് അയാൾ വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനാ സമയമായി. പെട്ടെന്ന് മാലാഖമാർ അയാളെ പിടിച്ച് തീക്കുണ്ടത്തിൽ മുക്കി. പ്രാർത്ഥനാ സമയം കഴിയുന്നത് വരെ അയാൾ തീയിൽ കിടന്നു. അത് കഴിഞ്ഞപ്പോൾ അയാളെ തീയിൽ നിന്നെടുത്ത് വെള്ളത്തിൽ മുക്കിയെടുത്തപ്പോഴേക്കും ദേഹം മുഴുവൻ പൊള്ളിയിരുന്ന അയാളുടെ ദേഹത്തെ പൊള്ളലുകളൊക്കെ മാറി അയാൾ സുഖപ്പെട്ടു, പഴയതുപോലായി. അയാളെ കസേരയിലിരുത്തി. എന്നിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, നല്ല ആഭരണങ്ങൾ ഇടിപ്പിച്ചു. കള്ളൻ അവിടുന്ന് മാറാനേ പറ്റിയില്ല. ഓരോ പ്രാർത്ഥനാ സമയത്തും ഈ രീതി ആവർത്തിച്ചു. പ്രാർത്ഥനാ സമയത്ത് അയാളെ എടുത്ത് തീയിൽ മുക്കും, അതിനുശേഷം അയാളെ വെള്ളത്തിലിടും. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ മാലാഖമാരിൽ ഒരാൾ നമ്മുടെ ശ്മശാന കള്ളൻ്റെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, നിനക്കെന്ത് വേണം, നീ എന്തിനാ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത്? അയാൾ പറഞ്ഞു, ഞാനിതെല്ലാം നോക്കിക്കാണുകയായിരുന്നു, എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പം മാലാഖ പറഞ്ഞു, ഇയാൾ ഒരിക്കലും പ്രാർത്ഥിക്കാത്തൊരു മനുഷ്യനായിരുന്നു. വർഷങ്ങളോളം അയാൾ പ്രാർത്ഥിച്ചില്ല. അതിൻ്റെ ശിക്ഷയാണ് അയാളെ തീയിലിടുക എന്നുള്ളത്. പക്ഷേ അയാൾ ആൾക്കാർക്ക് വെള്ളം കൊടുത്തു, മൃഗങ്ങൾക്ക് വെള്ളം കൊടുത്തു. അതുകൊണ്ടാണ് അയാളെ ജലധാരയിൽ കുളിപ്പിക്കുന്നത്. അയാൾ ധരിച്ചിരിക്കുന്ന പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും അയാൾ നിനക്ക് പണം തന്ന് ശവങ്ങൾക്ക് വിട്ടുകൊടുത്ത വസ്ത്രങ്ങൾക്കും ആഭരണങ്ങൾക്കും പകരമാണ്. കള്ളനാകെ അത്ഭുതപ്പെട്ടുപോയി. പെട്ടെന്ന് ആ ദ്വാരം അടഞ്ഞു. അയാളുടെ കാഴ്ച മറഞ്ഞു. അയാൾ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. പക്ഷെ അയാൾക്ക് മനസ്സിലായി, അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം എന്തു തന്നെ ആയാലും അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന്. അയാൾ തിരികെ പോവുകയും തൻ്റെ പാപപ്രവൃത്തികളൊക്കെ നിർത്തിയിട്ട് നല്ലവനായിട്ട് ജീവിക്കുകയും ചെയ്തു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.